ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യം കഴിഞ്ഞ 10 വർഷത്തിനിടെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിരമിക്കുന്ന രാജ്യസഭാംഗങ്ങൾക്കുള്ള യാത്രയയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. യുപിഎ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്ര സമീപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിമാരും നടത്തുന്ന സമരം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ ഇന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യം കഴിഞ്ഞ 10 വർഷത്തിനിടെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിൽ വിരമിക്കുന്ന 68 രാജ്യസഭാംഗങ്ങൾക്കുള്ള യാത്രയയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കേന്ദ്ര സർക്കാരിനെതിരെ കരിമ്പത്രം കൊണ്ടുവന്നതിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവും പ്രധാനമന്ത്രി ഉന്നയിച്ചു. രാജ്യസഭാംഗത്വം പൂർത്തിയാക്കുന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ അദ്ദേഹം രാജ്യത്തിന് കാട്ടിത്തന്ന പാതകൾ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് ശ്രീ മോദി പറഞ്ഞു. ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് ആരോഗ്യകരമായ ചർച്ചകളും സംവാദങ്ങളും ആവശ്യമാണെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ചടങ്ങിൽ പറഞ്ഞു. ബില്ലുകൾ തിടുക്കപ്പെട്ട് പാസാക്കരുതെന്നും അവയെക്കുറിച്ച് സമഗ്രമായ ചർച്ച നടത്തണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുപിഎ സർക്കാരിന്റെ കാലത്ത് രാജ്യത്തിനുണ്ടായിരുന്ന മോശം സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ. ഇടക്കാല കേന്ദ്ര ബജറ്റിന്റെ ഭാഗമാണ് ധവളപത്രമെന്നും അദ്ദേഹം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് കരിമ്പത്രം പുറത്തിറക്കി. തൊഴിലില്ലായ്മ ഉൾപ്പെടെ രാജ്യത്തെ പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് കേന്ദ്രം ഒന്നും പറയുന്നില്ലെന്ന് കരിമ്പത്രം പുറത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ബിജെപി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന കേരളം, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. കേന്ദ്ര സമീപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിമാരും ഇടത് ജനപ്രതിനിധികളും നടത്തുന്ന സമരം ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ ആരംഭിച്ചു. ഫെഡറൽ സംവിധാനം സംരക്ഷിക്കപ്പെടണം എന്ന ബാനർ ഉയർത്തിയാണ് പ്രതിഷേധം. ഇടത് എംഎൽഎമാരും എംപിമാരും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള ഹൌസിൽ നിന്ന് പ്രകടനമായാണ് സമരവേദിയായ ജന്തർ മന്ദറിലേക്ക് നേതാക്കൾ എത്തിയത്. ഡിഎംകെ, ആം ആദ്മി തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും സമരവേദിയിൽ പിന്തുണ അറിയിക്കുവാൻ എത്തി. കേരളത്തിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മറച്ചുവെക്കുവാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ധനപ്രതിസന്ധിയുടെ ഒരുപാട് കാരണങ്ങളിൽ ഒന്നുമാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഡൽഹി സമരം സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കുവാനുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ആരോപിച്ചിരുന്നു. തമിഴ്നാടിനോട് കേന്ദ്ര സർക്കാർ സാമ്പത്തിക അനീതി കാട്ടുന്നതായി ആരോപിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡിഎംകെ, കോൺഗ്രസ് എംപിമാർ ഇന്ന് പാർലമെന്റ് സമുച്ചയത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്ലക്കാർഡുകൾ ഉയർത്തി എംപിമാർ കേന്ദ്രത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് പ്രതിഷേധമെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ പ്രതികരിച്ചു. കേന്ദ്രം തമിഴ്നാടിന് മതിയായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അനുവദിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും പരാജയപ്പെട്ടതായി കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. മോദി സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തെ വിമർശിച്ച് കോൺഗ്രസ് കരിമ്പത്രം പുറപ്പെടുവിച്ചതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വളർച്ചയിൽ കോൺഗ്രസിന് അതൃപ്തിയുള്ളതായും അദ്ദേഹം ആരോപിച്ചു. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഇന്നു മുതൽ ഈ മാസം 15 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഫെബ്രുവരി 27-നാണ് വോട്ടെടുപ്പ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ബിജെപി ദേശീയ അധ്യക്ഷൻ ജെപി നദ്ദ, കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വിനി വൈഷ്ണവ്, വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, എൽ മുരുകൻ തുടങ്ങിയവരുടെ രാജ്യസഭാംഗത്വം ഏപ്രിലിൽ പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒഴിവുവരുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിന് ശേഷം അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ റിസർവ് ബാങ്ക് മാറ്റം വരുത്തിയിട്ടില്ല. രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്നും 2023-24 വർഷത്തിലെ യഥാർത്ഥ ജിഡിപി വളർച്ച 7.3% ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ജിഡിപി വളർച്ച 7% പ്രതീക്ഷിക്കുന്നത്. ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം നടപ്പ് സാമ്പത്തിക വർഷം 5.4%, അടുത്ത സാമ്പത്തിക വർഷത്തിൽ 4.5% ആയിരിക്കുമെന്ന് ആർബിഐ പ്രവചിക്കുന്നു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള ചില്ലറ പണപ്പെരുപ്പം 4% തുടരുമെന്ന് ഉറപ്പാക്കാൻ സർക്കാർ സെൻട്രൽ ബാങ്കിനെ ചുമതലപ്പെടുത്തി. ഏകീകൃത സിവിൽ കോഡ് ബിൽ പാസാക്കി ഉത്തരാഖണ്ഡ് നിയമസഭ. 10 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബിൽ ഇന്നലെ നിയമസഭ പാസാക്കിയത്. ചൊവ്വാഴ്ചയാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഇതോടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, അനന്തരാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ എല്ലാവർക്കും തുല്യാവകാശം ഇതിലൂടെ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. 7ാമത് ഇന്ത്യൻ മഹാസമുദ്ര സമ്മേളനത്തിന് ഓസ്ട്രേലിയയിലെ പെർത്തിൽ നാളെ തുടക്കമാകും. ഉദ്ഘാടന സമ്മേളനത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിസംബോധന ചെയ്യും. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിൻഹെ, ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സുസ്ഥിരമായ ഇന്ത്യൻ മഹാസമുദ്രം എന്നതാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയം. 22-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരും മറ്റ് പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. എയർ കണ്ടീഷണറുകൾ, LED ലൈറ്റുകൾ തുടങ്ങിയ വൈറ്റ് ഗുഡ്സുമായി ബന്ധപ്പെട്ട ഉൽപാദനാധിഷ്ഠിത പാരിതോഷിക പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ 6766 കോടി രൂപയുടെ നിക്ഷേപത്തിന് അനുമതി നൽകി. 64 അപേക്ഷകർക്കാണ് ആനുകൂല്യം അനുവദിച്ചത്. ഇതുപ്രകാരമുള്ള ധനസഹായം മാർച്ച് മാസത്തിന് മുൻപായി വിതരണം ചെയ്യുമെന്നും കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് 2ാം സെമിയിൽ ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം അല്പസമയത്തിനകം. മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയെ നേരിടും. ആദ്യ സെമിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 2 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാനിൽ 16ാമത് ദേശീയ അസംബ്ലിയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 336 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4 പ്രവിശ്യ അസംബ്ലികളിലേക്കുള്ള വോട്ടെടുപ്പും ഇന്ന് നടക്കും. നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗും ബിലാവൽ ഭൂട്ടോയും ആസിഫ് അലി സർദാരി നയിക്കുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ. 2018ലെ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ ഇമ്രാൻഖാൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനാൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലുണ്ടായ ഇരട്ട ബോംബ് സ്ഫോടനങ്ങളിൽ 28 പേർ കൊല്ലപ്പെട്ടു. 12ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെ പിഷിൻ ജില്ലയിലെ ക്വേറ്റ നഗരത്തിലും കിഴക്ക് കില ഫൈസലുള്ളയിലുമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറ്റെടുത്തു. ഇരുചക്ര വാഹനത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചാണ് രണ്ടിടത്തും ആക്രമണം നടത്തിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ന്യൂഡൽഹിയിൽ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഹസൻ മഹമൂദുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി കടന്നുള്ള ബന്ധം, സാമ്പത്തിക വികസന പങ്കാളിത്തം, പ്രതിരോധം, സുരക്ഷ എന്നിവയിലെ സഹകരണം എന്നിവ ഉൾപ്പെടെ ഉഭയകക്ഷി ബന്ധത്തിന്റെ വിപുലമായ മേഖലകളിലെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്തു. ദേശീയ വിരവിമുക്ത ദിനാചരണത്തോടനുബന്ധിച്ച് കേരളത്തിലെ സ്കൂളുകളിൽ വിരനശീകരണ ഗുളിക വിതരണത്തിന് തുടക്കം. 1 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് ഗുളികകൾ നൽകുക. സ്കൂളിലെത്താത്ത കുട്ടികൾക്ക് അങ്കണവാടികൾ വഴി ഗുളിക വിതരണം ചെയ്യും. ഇന്ന് ലഭിക്കാത്ത കുട്ടികൾക്ക് ഈ മാസം 15-ന് ഗുളിക നൽകും. കുട്ടികൾക്ക് വിരനശീകരണ ഗുളിക നൽകിയെന്ന് ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കഴിഞ്ഞ 10 വർഷത്തിനിടെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിരമിക്കുന്ന രാജ്യസഭാംഗങ്ങൾക്കുള്ള യാത്രയയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. UPA സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്ര സമീപനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിമാരും നടത്തുന്ന സമരം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.